സമൂഹമാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിന് കെ.ജെ. ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിൽ ആലുവ റൂറൽ സൈബർ പോലീസ് കേസെടുത്തു. കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും വി.ഡി. സതീശന്റെ അടുപ്പക്കാരനുമായ സി.കെ. ഗോപാലകൃഷ്ണൻ, കെ.എം. ഷാജഹാൻ തുടങ്ങിയവർക്കെതിരെയാണ് കേസ്. ഷൈൻ ടീച്ചറുടെ വിശദമായ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. അപകീർത്തികരമായ സൈബർ ആക്രമണത്തിനെതിരെ കെ.ജെ. ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിലാണ് ആലുവ റൂറൽ സൈബർ പോലീസ് കേസെടുത്തത്. സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഐ.ടി. ആക്ട്, പോലീസ് ആക്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസ്. വാർത്ത എന്ന വ്യാജേന ഓൺലൈനിലൂടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ച കെ.എം. ഷാജഹാൻ, കെടാമംഗലം ഗോപാലകൃഷ്ണൻ എന്ന പേരിൽ കോൺഗ്രസിന്റെ സൈബർ പോരാളിയായി പ്രവർത്തിക്കുന്ന സി.കെ. ഗോപാലകൃഷ്ണൻ എന്നിവരാണ് പ്രധാന പ്രതികൾ. കേസിന്റെ തുടർച്ചയായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉൾപ്പെട്ട സൈബർ പോലീസ് സംഘം ഷൈൻ ടീച്ചറുടെ പറവൂരിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ് അപവാദ പ്രചരണം വന്നത് എന്നും ശക്തമായ പോരാട്ടം തുടരുമെന്നും ഷൈൻ ടീച്ചർ പറഞ്ഞു. അനുഭവപ്പെട്ട പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിന് കാരണക്കാരായിട്ടുള്ള വ്യക്തികളും ഇപ്പോൾ പറഞ്ഞ പോലെ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഷാജഹാൻ, പിന്നെ ഒരു പുള്ളിയും കൂടി വന്നിട്ടുള്ള കൊണ്ടോട്ടി അബു, കോഴിക്കോട് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ജിൻഡോ ജോൺ, ഷെരീഫ്, ഇവരുടെ ഒക്കെ പേര് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കെന്തായാലും ഞാൻ തുനിഞ്ഞിറങ്ങിയൊക്കെയാണ്. നമുക്ക് കിട്ടിയൊരു അവസരമാണ്, അത് എന്തായാലും നേരിടുക തന്നെ. തനിക്കെതിരെ വ്യാജ വാർത്ത വരാൻ പോകുന്നതായി ഒരു കോൺഗ്രസ് നേതാവ് തന്നോട് നേരത്തെ പറഞ്ഞിരുന്നു എന്നും ഷൈൻ ടീച്ചർ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഷൈൻ ടീച്ചർ മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയത്. യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിച്ച അഭിഭാഷകൻ കൂടിയായ കെ.എം. ഷാജഹാനെതിരെ ബാർ കൗൺസിലിലും പരാതിയുണ്ട്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് A.K. മായാകൃഷ്ണനാണ് പരാതി നൽകിയത്. കൈരളി ന്യൂസ്, കൊച്ചി.